2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിലവിലെ BJP സർക്കാരിനെ താഴെയിറക്കി ഇന്ത്യ സഖ്യത്തിന് അധികാരത്തിലെത്തുവാൻ സാധിക്കുമെന്ന പൂർണ്ണമായ ആത്മവിശ്വാസമൊന്നും കോൺഗ്രസിന് ഇല്ല എങ്കിൽ പോലും, അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് ഇല്ല എങ്കിൽ പോലും, കേരളത്തിലേക്ക് വരുമ്പോൾ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും തീർച്ചയായും വിജയിക്കുവാൻ സാധിക്കുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് കോൺഗ്രസ് അല്ലെങ്കിൽ UDF 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് മത്സരിക്കുവാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ശക്തരായ സ്ഥാനാർത്ഥികളെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ മത്സരിപ്പിച്ചുകൊണ്ട് കളം മുഴുവനും പിടിക്കാൻ UDF കളത്തിലിറങ്ങിയിരിക്കുന്നത്. ആലപ്പുഴയിൽ AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലിനെ മത്സരിപ്പിക്കുന്നതും, തൃശൂരിൽ TN പ്രതാപനെ വലിച്ച് K മുരളീധരനെ കളത്തിലിറക്കുന്നതും, വടകരയിൽ K മുരളീധരൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാൻ പോയ ഇടത്ത് പാലക്കാട്ടെ സിറ്റിംഗ് MLA ആയ ഷാഫി പറമ്പിലിനെ വടകരയിൽ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നത് എല്ലാം രാഷ്ട്രീയപരമായ ഒരു തിരിച്ചടി ഇടതുപക്ഷത്തിന് നൽകുവാൻ വേണ്ടി കൂടിയാണെന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും. എന്നിരുന്നാൽ പോലും ദേശീയ തലത്തിലും കേരളത്തിലുമൊക്കെ കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി നിൽക്കുന്ന ഒരു വിഷയം കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് നേതാക്കന്മാരും അണികളും പോകുന്നു എന്നുള്ളതാണ്. ദേശീയ തലത്തിൽ BJPയിലേക്ക് കോൺഗ്രസ് വിട്ട് നേതാക്കന്മാർ പോകുന്നത് വലിയ തോതിലൊന്നും കേരളത്തിൽ വലിയ ചർച്ചാ വിഷയമായില്ല എങ്കിൽ പോലും കുറേയേറെ നാളുകൾക്ക് മുമ്പ് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന, കേരളത്തിലെ കോൺഗ്രസിന്റെ മുഖമായിരുന്ന AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോയത് വലിയ ക്ഷീണം തന്നെയാണ് കോൺഗ്രസിന് ഉണ്ടാക്കിയത്. അനിൽ ആന്റണി കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോയത് കോൺഗ്രസിന് വലിയ ക്ഷീണമൊന്നും ആയില്ല എന്ന് കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നുണ്ട് എങ്കിൽ പോലും അനിൽ ആന്റണിയെ പത്തനംതിട്ടയിലെ BJP സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം AK ആന്റണി എന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന, കോൺഗ്രസിന്റെ നേതാവായിരുന്ന AK ആന്റണിയുടെ മകനാണ് അനിൽ ആന്റണി എന്നുള്ളത് തന്നെയാണ്. ദേശീയ തലത്തിലും അത് ചർച്ചാ വിഷയമാക്കുന്നുണ്ട് BJP. അതിന് പിന്നാലെയാണ് കേരളത്തിലെ മറ്റൊരു മുൻ മുഖ്യമന്ത്രിയായിരുന്ന K കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോയത്. എന്നാൽ K കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോയതിന് തൊട്ടു പിന്നാലെയാണ് കരുണാകരന്റെ മണ്ണായ തൃശ്ശൂരിലേക്ക് K മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കിയത് കോൺഗ്രസ്. ആ സമയങ്ങളിൽ വലിയ വൈകാരികമായ രീതിയിലായിരുന്നു K മുരളീധരൻ പത്മജയ്ക്ക് മറുപടി നൽകിയത്. പത്മജ വേണുഗോപാൽ ഇനി തന്റെ അനിയത്തിയല്ല, പത്മജയുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല, തങ്ങളുടെ പിതാവ് തങ്ങൾക്ക് തരാനുണ്ടായിരുന്ന എല്ലാ സ്വത്തുക്കളും വീതം വെച്ച് നൽകി കഴിഞ്ഞിരിക്കുന്നു, ഇനി യാതൊരു തരത്തിലുള്ള ബന്ധവും പത്മജ വേണുഗോപാലുമായി ഇല്ല എന്നായിരുന്നു K മുരളീധരൻ പറഞ്ഞിരുന്നത്. ഇത്തരത്തിലൊക്കെ ക്ഷീണം മറയ്ക്കുവാൻ കോൺഗ്രസ് ശ്രമിക്കുന്ന സമയത്തായിരുന്നു പത്മിനി തോമസ് എന്ന കായിക താരമായ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവായ ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധിയോടൊപ്പം നടന്ന പത്മിനി തോമസ് കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോയത്. പിന്നാലെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും നിരവധി പ്രാദേശിക നേതാക്കന്മാരും സംസ്ഥാന നേതാക്കന്മാരും ഒക്കെ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോകുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ K കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോയതിന് പിന്നാലെ K കരുണാകരന്റെ വിശ്വസ്തനായ മഹേശ്വരൻ നായർ ഇപ്പോൾ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോയിരിക്കുകയാണ്. തിരുവനന്തപുരം നഗരസഭയുടെ മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന മഹേശ്വരൻ നായർ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോകുമ്പോൾ, DCC അംഗമായിരുന്ന മഹേശ്വരൻ നായർ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോകുമ്പോൾ, KPCCയുടെ എക്സിക്യൂട്ടീവ് അംഗമായ മഹേശ്വരൻ നായർ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോകുമ്പോൾ അത് ഏറ്റവും വലിയ തിരിച്ചടിയായി മാറുന്നത് ശശി തരൂരിനാണ്. ശശി തരൂരിന് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അത്ര എളുപ്പത്തിലൊന്നും കടന്നുകൂടുവാൻ സാധിക്കില്ല. കാരണം BJPയെ സംബന്ധിച്ച് A+ മണ്ഡലമായി കണക്കാക്കിയിരുന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ വലിയ സർപ്രൈസിനൊടുവിൽ ഇക്കുറി ഇറക്കിയിരിക്കുന്ന സ്ഥാനാർത്ഥി വലിയ ശക്തനാണ്. രാജീവ് ചന്ദ്രശേഖരൻ എന്ന കേന്ദ്രമന്ത്രി, രാജീവ് ചന്ദ്രശേഖരൻ എന്ന NDAയുടെ സ്ഥാനാർത്ഥി ശശി തരൂരിനെ പോലെ തന്നെ ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ഒരു നേതാവാണ്. ശശി തരൂരിന്റെ എല്ലാ പ്രിവിലേജുകളും പിടിച്ചെടുക്കുവാൻ കഴിയുന്ന, സ്വാധീനമുള്ള തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ കൃത്യമായ വേരുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരൻ. അദ്ദേഹം തീരദേശ മേഖലയിൽ ശശി തരൂരിന് കഴിഞ്ഞ 15 വർഷ കാലഘട്ടമായി കഴിയാത്ത കാര്യം 6 ദിവസം കൊണ്ട് നേടിയെടുത്തു എന്ന തരത്തിലേക്കുള്ള പ്രചരണങ്ങളുമായി മുൻപോട്ട് വരുമ്പോൾ, പറയുന്നതേ ചെയ്യൂ, ചെയ്യുന്നതേ പറയൂ എന്ന പ്രചരണ മുദ്രാവാക്യമായി മുൻപോട്ട് വരുമ്പോൾ, നാടാർ സമുദായത്തിന്റെ വോട്ടുകൾ പിടിക്കുവാൻ കഴിയുന്ന തന്ത്രങ്ങളെല്ലാം ഇറക്കുമ്പോൾ, തീരദേശ മേഖലകളിലെ വോട്ടുകളെല്ലാം പിടിച്ചെടുക്കുവാൻ ശ്രമിക്കുമ്പോൾ, അതേ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ K കരുണാകരന്റെ വിശ്വസ്തനായ
മഹേശ്വരൻ നായർ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് പോകുമ്പോൾ അത് കോൺഗ്രസിനും അതിനോടൊപ്പം തന്നെ ശശി തരൂരിനും വലിയ ക്ഷീണം തന്നെയാണെന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും. ഈ സാഹചര്യത്തിൽ ഇനി ആരൊക്കെ കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് വരാനുണ്ട് എന്നാണ് BJP ചോദിക്കുന്ന ചോദ്യം. കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല ഇടതുപക്ഷത്തു നിന്നും ഇനി നിരവധി പേർ കോൺഗ്രസും ഇടതുപക്ഷവും ഒക്കെ വിട്ട് BJP-യിലേക്ക് വരുവാനുണ്ട് എന്നാണ് BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറയുന്നത്. ഈ സാഹചര്യത്തിൽ വലിയ പിരിമുറുക്കത്തിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ സഖ്യത്തിനും നിലവിൽ കേരളത്തിലെ UDF-നും ഒക്കെ കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് അണികളും നേതാക്കന്മാരും പോകുന്ന തിരിച്ചടിയെ ഇനി എപ്രകാരം മറച്ചു പിടിക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ് പ്രസക്തമായി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിലനിൽക്കുന്ന ഒരു കാര്യം.